നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഐൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപർണ മൽബറി. ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു വ്യക്തിയാണ്. ഈ ബിഗ് ബോസ് എന്ന TV പ്രോഗ്രാമിലൂടെ, അതല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയൊക്കെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അപർണ മൽബറി എന്നുള്ളത്. അപ്പോൾ അപർണയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് അപർണയുടെ നേതൃത്വത്തിലുള്ള സ്പീക്കി AI അക്കാഡമി എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ലോഞ്ച് കഴിഞ്ഞ ഒക്ടോബർ മാസം നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞു. അന്നാണ് ഈ അപർണയുടെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അപർണയിൽ നിന്ന് ഈ IELTS കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓർക്കുക, ഈ സ്പീക്കി AI അക്കാഡമിയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് നേറ്റീവായിട്ടുള്ള ട്രെയിനേഴ്സ്, അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള ട്രെയിനേഴ്സ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ട്രെയിനിങ് നൽകുവാൻ അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, 3-ാം വയസ്സിൽ നമ്മുടെ കേരളത്തിലെത്തി ഇവിടെ സ്കൂളിങ് പൂർത്തീകരിച്ച് അതിനുശേഷം US പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നാട്ടിലിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപർണ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് വിദേശ രാജ്യങ്ങളിലെ ഇംഗ്ലീഷ് എന്ന്, അവിടെ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകളൊക്കെ എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ലേണിംഗ് ഇംഗ്ലീഷ് ഇൻ ദ റൈറ്റ് വേ എന്നുള്ളതാണ് അപർണയുടെ ഒരു ബസ് വേർഡായിട്ട് പറയാറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അപർണയിൽ നിന്ന് മനസ്സിലാക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപർണ, വെൽക്കം ടു കരിയർ പാത്വേ. നൈസ് ടു ഹാവ് യു ഇൻ അവർ ചാനൽ. ഓക്കെ, അപർണ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സ്കൂളിങ് ഇവിടെയായിരുന്നു അല്ലേ? ഫ്രം ദ ഏജ് ഓഫ് 3 ഇവിടെയായിരുന്നു അല്ലേ? ദെൻ യു വെൻ ബാക്ക് ടു US. അപ്പം പഠിച്ചത് ഇവിടെയാണ്. സോ അപർണയുടെ ഇംഗ്ലീഷ് സ്കിൽസ് ഉൾപ്പെടെ എല്ലാം ഡെവലപ്പ് ആയത് എവിടെയാണ്? കഴിഞ്ഞ് തിരിച്ച് US പോയി അല്ലേ? അവിടെ ചെന്നപ്പം നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷും US ഇംഗ്ലീഷ് അതുമായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽറ്റി അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ പിയേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്, പ്രൊനൗൺസിയേഷൻ, ഓരോരോ വാക്കിന്റെ ഉച്ചാരണം കേട്ടിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും. സോ ഇവിടെ നമ്മൾ തെറാപ്പി എന്നാണ്, ആയിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ തെറാപ്പി എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലാവില്ല ഇത് ഏത് വാക്കാണ്. തെറാപ്പി ആണ് ആക്ച്വലി ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിൽ ശരി, തെറാപ്പി. അതേപോലെ തന്നെ മിറാക്കിൾ, ആയില് സ്ട്രെസ്സേ കൊടുക്കണ്ട, മിറാക്കിൾ. അപ്പം വാട്ട് ഹാപ്പൻസ് ഇസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എന്റെ പല സ്റ്റുഡൻസിൽ ഈ സെയിം പ്രശ്നമുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ. സിനിമകൾ കാണുമ്പോൾ അവർക്ക് അതും മനസ്സിലാവുന്നില്ല. അത് പ്രൊനൗൺസിയേഷൻ, ഓരോരോ ലൈക് വേസ് ഓഫ് സേയിങ്, എക്സ്പ്രഷൻസ് അത് മാറാറുണ്ട് ബിറ്റ്വീൻ ഹിയർ ആൻഡ് ദെയർ. സോ അവിടെ എത്തിയപ്പോഴാണ് ഐ ഹാഡ് ടു സ്റ്റാർട്ട് അൺലേണിംഗ്. വീണ്ടും പഠിക്കേണ്ടി വന്ന ഇംഗ്ലീഷ്. സോ ഇപ്പൊ എനിക്ക് അതൊരു സൂപ്പർ പവർ ആയി. കാരണം ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് സ്പീക്കിംഗ് അക്കാഡമി. അത് ഡെഫിനറ്റ്ലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം. ബിക്കോസ് ഇവിടുത്തെ ലാംഗ്വേജും അറിയാം, ഫോറിൻ ലാംഗ്വേജും അറിയാം, അത് തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. അപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റുഡൻസിന്റെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഏതൊക്കെയാണ് തീർത്തേണ്ടത് അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിന്റെ ഒരു എക്സ്പെർട്ട് ആണ്, മലയാളത്തിന്റെ ഒരു എക്സ്പെർട്ട് അല്ല. ഇപ്പോഴും ഞാൻ പഠിച്ചു വരാണ്. സോ പ്ലീസ് കറക്റ്റ് മൈ മലയാളം. പല മലയാളികളും മലയാളം പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് അപർണ പറയുന്നുണ്ട് മലയാളം. ഐ ജസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പോഴും അടുത്ത ചോദ്യം എനിക്കുള്ളത്, ഇപ്പം നമ്മളുടെ IELTS അതിൻ്റെ കോച്ചിങ് ഉണ്ട്, അതിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് തന്നെയാണോ ഓൾ ഓവർ ദ വേൾഡ് അതർ കൺട്രീസിൽ? അതെങ്ങനെയാണെന്ന് പറയാം. ചില കുട്ടികളൊക്കെ പറയാറുണ്ട് ഇവിടുന്ന് പോയിട്ട് പഠിക്കാം, വേറെ സ്ഥലത്ത് പോയി പഠിക്കാം. അതിനോട് എന്താ പറയാനായിട്ടുള്ളത്? എനിക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ കോയമ്പത്തൂരിൽ പോയി പഠിച്ചാൽ എളുപ്പമായിരിക്കോ? GCC കൺട്രീസിൽ പോയാൽ അവിടെ ആണോ ഈസി, ഇവിടെ ആണോ ഈസി? പക്ഷെ ഈ എക്സാം എഴുതുന്ന എൻറ്റിറ്റി ആരാണ്? കേംബ്രിഡ്ജ് ആണ്. എല്ലാ എക്സാംസ് IELTS എക്സാമിനേഷൻ എഴുതുന്ന കേംബ്രിഡ്ജ് ആണ്. സോ ദ ക്വസ്റ്റ്യൻസ് ആർ ദ സെയിം ലോകത്തിൽ എവിടെ പോയാലും. ലൈക്ക് വൈസ് നമ്മൾ വേറെ 2 എൻറ്റിറ്റീസ് ആണ് ഈ എക്സാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. IDP ആൻഡ് ബ്രിട്ടീഷ് കൗൺസിൽ. അപ്പൊ ഇവിടെ നാട്ടിലെ ഇന്ത്യയിലെ IDP ആണ് ആ പരീക്ഷ
നടത്തുന്നത്. സോ എവിടെ പോയാലും ഇറ്റ്സ് ഗോണ ബി ദ സെയിം തിങ്. ഇഫ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ യു, യു ജസ്റ്റ് നീഡ് സം ഗുഡ് ഗൈഡൻസ് ആൻഡ് ഗുഡ് പ്രാക്ടീസ്. നമുക്കത് ശരിയാക്കാം. ബട്ട് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെൻ വി ബിക്കേം എ പാർട്ട്ണർ, എ നോഡൽ പാർട്ട്ണർ ഓഫ് IDP. സോ ബേസിക്കലി നമുക്കൊരു പോർട്ടൽ ഉണ്ട്, ഡയറക്റ്റ് ആക്സസ് ടു ദ IELTS എക്സാമിനേഷൻ ഫോർ ടെസ്റ്റിംഗ് ബുക്കിംഗ്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് എനിക്ക് ഈ ഡേറ്റ് ആണ് വേണ്ടത്, വി ക്യാൻ ബുക്ക് ദാറ്റ് ഡേറ്റ് ഫോർ ദം. അപ്പൊ അത് നമുക്കൊരു ബിഗ് അക്കോംപ്ലിഷ്മെന്റ് ആണ്. ഒരു സ്മോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ, പക്ഷെ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടി. ഞാൻ സ്പീക്കി AI അക്കാഡമിയുടെ ലോഞ്ചിൽ ഐ വാസ് എ പാർട്ട് ഓഫ് ദാറ്റ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദാറ്റ്. അപ്പോൾ അന്ന് അവിടെ ഒരു അനൗൺസ്മെന്റ് ഞാൻ കേട്ടിരുന്നു. ഈവൻ ബിഫോർ ദ ലോഞ്ച് വി ഓൾറെഡി ഹാഡ് സം 14-15 ബാച്ചസ് ഓഫ് IELTS എന്ന് കേട്ടു അല്ലേ. അത് പ്രീ ലോഞ്ച് അതിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ബാച്ചസ് ആരംഭിക്കാനായിട്ട് പറ്റുമോ? എന്തായിരുന്നു അത്? സോ ബേസിക്കലി ഇപ്പൊ ഒരു 4 വർഷം ഞാൻ കേരളത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രസ്റ്റ് സ്റ്റുഡൻസിന് ഓൾറെഡി ഉണ്ട്. അപ്പൊ IELTS കൂടി വന്നപ്പം ലോഞ്ച് ആയെന്ന് കേട്ടപ്പം സോ മെനി എൻക്വയറീസ് വന്നു. അപ്പൊ അങ്ങനെ പ്രീ ലോഞ്ച് തന്നെ നമ്മളൊന്നും മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങോട്ടേക്ക് അന്വേഷണങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ 14 ബാച്ചസ് നമുക്ക് ഫിൽ ചെയ്യാനും പറ്റി. ഇപ്പൊ നമുക്ക് ഓൾറെഡി സക്സസ് സ്റ്റോറീസും ഉണ്ട്. ആ ബാച്ചസിൽ നിന്ന് സ്റ്റുഡൻസ് ഹാവ് റിട്ടൺ ദ എക്സാമിനേഷൻ ആൻഡ് അവർക്ക് വേണ്ട സ്കോറും അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആക്ച്വലി ഇവിടെ എടുത്ത് പറയേണ്ട ഒരു 2 പോയിന്റ്സ് ഉണ്ട്. അതായത് നമുക്കൊരു പ്രോബബിലിറ്റി, സക്സസ് പ്രോബബിലിറ്റി. ഒരു അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് അറിയേണ്ടത് സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഒന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാനായിട്ടുണ്ടോ? യെസ്. സോ സ്പെസിഫിക്കലി നമ്മളെ ലോഞ്ച് ഇവന്റ് സാർ പരിചയപ്പെട്ട ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മറിയം. സോ മറിയം നമ്മളെ IELTSന്റെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. ഷീ ഹാഡ് എ ഡ്രീം, എനിക്കൊരു 8 ബാൻഡ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി, യു വിൽ ഗെറ്റ് an 8 ബാൻഡ്. അപ്പൊ പരീക്ഷ എഴുതി അങ്ങനെ ഷി ഗോട്ട് ദാറ്റ് പ്രിഡിക്ഷൻ. നമ്മൾ പറഞ്ഞ ആ സെയിം പ്രിഡിക്ഷൻ ആണ് കിട്ടിയത്. മാത്രമല്ല more students have had the same success. ഇപ്പൊ 100% success rate ആണ് നമ്മുടെ പ്രഡിക്ഷനിൽ. So this is a big thing which it's a feature which we offer. ഈ സക്സസ് പ്രഡിക്ഷൻ ഫീച്ചർ അല്ലേ, ഇതെന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അത് നമ്മളെ സ്പീക്കി AI അക്കാഡമിയിൽ യൂണിക്ലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണ്. അതായത് ഒരുപാട് മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഫാക്കൽറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ്, അതിൽ നിന്ന് ഒരു റെപ്ലിക്ക ഓഫ് ദ IELTS സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സക്സസ് പ്രോബബിലിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പൊ നമ്മൾ തന്നെ സ്കോർ ഇട്ടിട്ട് ഒരു പ്രഡിക്ഷൻ ആണ് കൊടുക്കുന്നത്. ഈ സ്റ്റുഡന്റിന് ഈ സ്കോർ ആണ് കിട്ടാൻ പോകുന്നത്. സോ ഇന്ന് വരെ നമ്മൾ 100% അതേപോലെ തന്നെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ടാണ്. യൂസ്ഫുൾ ആണ്. കാരണം ഇവന് ഇപ്പം അത്ര അങ്ങോട്ട് പെർഫോമൻസ് പോരെങ്കിൽ വെറുതെ IELTS ആക്ച്വൽ ടെസ്റ്റിന് പോയിട്ട് somewhere 17,000 rupees ആണ് അല്ലേ? 17,000 rupees ആണ് പരീക്ഷ എഴുതാൻ. അപ്പം ഇഫ് യു ആർ നോട്ട് കോൺഫിഡന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ സ്കോർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്ത് വിൽ ജസ്റ്റ് കീപ് റീട്രൈ ചെയ്യാനായിട്ട് കോച്ചിങ് കൊടുത്ത് നമുക്ക് ആ ലെവൽ. അപ്പോൾ വെറുതെ പോയിട്ട് ഫീസ് കളയേണ്ട കാര്യമില്ല. നമുക്ക് ഈ പ്രഡിക്ഷൻ നമുക്ക് വേണ്ട സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ then they can go for the actual test അല്ലേ? ഓക്കെ, ഇനി ഒരു ചോദ്യം. ഇപ്പം നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇൻ ഫ്യൂച്ചർ ഒരാൾക്ക് നമുക്ക് കിട്ടുന്നില്ല, അവരുടെ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഇല്ല ആക്ച്വൽ ടെസ്റ്റിൽ, നമ്മുടെ പ്രഡിക്ഷൻ പാളി എന്ന് കരുതും. ഓക്കെ, ഹൗ യു ആർ ഗോയിങ് ടു ഹെൽപ്പ് ഹിം? അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുന്നു? യെസ്. സോ ആദ്യം പറയേണ്ട പോയിന്റ് ഇസ് വിത്ത് ദ അമേസിംഗ് ഫാക്കൽറ്റി സപ്പോർട്ട് ഇതുവരെ ആയിട്ടും വി ഹാവ് നോട്ട് ഹാഡ് ഒരു നോൺ സക്സസ് സ്റ്റോറി. 100% സക്സസ് സ്റ്റോറീസ് ആണ് ഇപ്പൊ നമ്മളെ സ്പീക്കി AI അക്കാഡമിക്ക് ഉള്ളത്. അഥവാ ആരെങ്കിലും ദേ ഡിഡന്റ് പാസ് ദ എക്സാം, ഫെയിൽ ആയെന്ന് വിചാരിച്ചോ, സോ ഒരു 2 months കൂടി നമ്മൾ ഫ്രീ കോച്ചിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. സോ വി വിൽ കീപ് ഓൺ കോച്ചിങ് ആൻഡ് കീപ് ഓൺ ഡൂയിങ് പ്രാക്ടീസ് സെഷൻസ് until ആ പ്രഡിക്ഷനിൽ ദേ സ്റ്റാർട്ട് സ്കോറിംഗ് അവർക്ക് വേണ്ട ആ ബാൻഡ്. എന്നിട്ടാണ് നമ്മൾ എക്സാം വീണ്ടും എഴുതാൻ പോകുന്നത്. ഡോണ്ട് റിസ്ക് സ്പെൻഡിങ് ആൻ എക്സ്ട്രാ 17,000. വെറുതെ വേണ്ട. Take the necessary coaching, the guidance, the practice. അതെല്ലാം ചെയ്തിട്ട് കോൺഫിഡൻസോടെ. എക്സാക്ട്ലി, അതാണ് വി വാണ്ട് സക്സസ്. സ്റ്റുഡൻസിന്റെ ഗോൾ അവരുടെ ഗോൾ മാത്രമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. സ്പീക്കി AI വി ടേക്ക് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ആ സ്റ്റുഡൻസ് അവിടെ എത്തിക്കാനുള്ള അത് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ഇത് കൊടുക്കണമല്ലോ. ഇപ്പം അപർണ സൂചിപ്പിച്ചു ഒരു 2 months എക്സ്ട്രാ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ആക്ച്വൽ നമ്മുടെ ട്രെയിനിങ് എത്രയായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ?
അതെങ്ങനെയാണ് അതൊന്ന് സൂചിപ്പിക്കാം. യെസ്, സോ നമുക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയി കണ്ട ഒരു സ്ട്രാറ്റജിയാണ് ഈ 2 months കോച്ചിങ്. ഫസ്റ്റ് മന്ത് ഇറ്റ്സ് ഇൻറ്റൻസ് എക്സാമിന്റെ പല ഫീച്ചേഴ്സ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ്, ടിപ്സ്, ടെക്നിക്സ്, അങ്ങനെ തിയറി ബേസ്ഡ് ആണ്, ഇൻ ഡെപ്ത് നോളജ്. സോ നമ്മളെ IELTS എക്സാമിനേഷൻ 4 ഡിഫറെന്റ് എക്സാംസ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. സ്പീക്കിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്. അപ്പൊ അങ്ങനെ ഒരു മാസത്തിൽ വി ഡിവൈഡഡ് into 4 weeks. One complete week is dedicated for reading, one complete is for etc. listening. അങ്ങനെ അപ്പം ഫൈനലി സെക്കൻഡ് മന്ത് ആവുമ്പം we put that into practice. ഇപ്പൊ പഠിച്ച തിയറി എല്ലാം നമ്മൾ പ്രാക്ടീസ്, ഭയങ്കര ഇന്റൻസ് പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. So we have 15+ mock tests, daily sessions ഉണ്ട്, and some a feature which has proven to be so successful is peers തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ആൻഡ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഇതാണ്, വി ഡിവൈഡ്, കുഞ്ഞു ഗ്രൂപ്പ്സ് ആണ് നമുക്കുള്ളത്, കുഞ്ഞു ബാച്ചസ്. വി ഡിവൈഡ് ദാറ്റ് ഇൻടു 2. One of them will do a presentation or provide the knowledge, and മറ്റവര് അത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിരിക്കും. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുമ്പം we are not only learning what the faculty is teaching us, we might be learning so many other perspectives. And എനിക്ക് ലൈക്ക് എൻ്റെ ഒരു ടീച്ചിങ് ജേർണിയിൽ കണ്ട ഒരു ഫാക്റ്റ് ആണ്, നമ്മള് കേൾക്കുമ്പം മാത്രം പഠിക്കില്ല, നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട്, ബെസ്റ്റ് തിങ് ടു learn something is to teach somebody. Exactly. And faculty ഉണ്ട് കൂടെ. It's not like random ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. And this has developed the confidence of our students so much. Graduate ടെസ്റ്റ് എഴുതി പോയി സ്റ്റുഡൻസ് എടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ്, these sessions, spot corrections were so helpful. അപർണ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, സ്മോൾ ഗ്രൂപ്പ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, I have seen somebody claiming that ഞങ്ങൾക്ക് 1-to-1 ഇൻസ്ട്രക്ടേഴ്സ് ആണ്, 1-to-1 കോച്ചിങ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. ചിലടത്ത് കണ്ടിട്ടുണ്ട്, ബിഗ് ഗ്രൂപ്പ്സ് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞത്? ഇറ്റ്സ് നോട്ട് ഇൻഡിവിജ്വൽ, ഇറ്റ്സ് നോട്ട് ബിഗ് ഗ്രൂപ്പ്. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. സോ big groups tend to be very crowded. നമുക്ക് അങ്ങനെ അറ്റൻഷൻ, ഫാക്കൽറ്റിയിൽ അറ്റൻഷൻ കിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫിഡൻസ് കുറയും. ഒരാള് നല്ലപോലെ സംസാരിക്കുമ്പോൾ ബാക്കി ആൾക്കാർ സംസാരിക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ബിഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ. 1-to-1 ആണെങ്കിൽ ആ ലേണിംഗ് സ്ലോ ആയിരിക്കും, കാരണം അത് കേട്ട് പറഞ്ഞു കൊടുക്കാൻ മെന്റർ അല്ലാതെ പിയേഴ്സ് ആരുമില്ല. ആ സംസാരിക്കാനുള്ള പ്രാക്ടീസ് കിട്ടുന്നില്ല. വി മൈറ്റ് ബി കോൺഫിഡന്റ് ടു സ്പീക്ക് ഓൺലി വിത്ത് അവർ ഫാക്കൽറ്റി മെമ്പർ. പക്ഷെ ആ ഗ്രൂപ്പിൽ ഒരു 5, 6, 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് കൂടത്തേ ഉള്ളൂ. ആൻഡ് പരസ്പരം പിയർ കറക്ഷൻസ്, സ്പോട്ട് കറക്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ. സോ ഇത് നമുക്ക് ആക്ച്വലി ഒരു പ്രൂവൻ ടെക്നിക് ആണ് നമ്മളിപ്പം. ആൻഡ് സ്റ്റുഡൻസ് themselves are letting us know that they have gained the confidence because of that. And ഞാൻ നേരത്തെ മറിയം സ്റ്റുഡന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് ബാച്ചില് 8 ബാൻഡ് കിട്ടി. ഞാൻ ആക്ച്വലി പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് പോയി കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ് ഫെൽറ്റ് ലൈക്ക് a family, like these people became her friends. Inna vare they are not leaving that group. Inna vare they are helping each other. Adutha aale exam എഴുതാൻ പോകുമ്പോൾ everybody is supportive, and each one is like sharing develop ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. And that is something particular with small batches. Okay. നമ്മളുടെ ഇൻസ്ട്രക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, see, you are an English teacher, okay, you are in this field for the last many years. അതുമാത്രമല്ല, പറഞ്ഞ ഇവിടെ നിന്നുള്ള മിസ്റ്റേക്സ് US പോയി പഠിച്ച് അത് കറക്റ്റ് ചെയ്തു. സോ ഓഫ് കോഴ്സ് അപർണ ലീഡ് ചെയ്യുന്ന ആ ടീം. ബട്ട് വാട്ട് അബൌട്ട് ദ അതർ ഇൻസ്ട്രക്ടേഴ്സ്? അവരെ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? അതിനകത്ത് എന്തെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടോ? Yes, we spend a lot of time and energy in our selection process because obviously mentors and faculty, നമ്മളെ expert faculty കാരണമാണ് സ്റ്റുഡൻസിന് സക്സസ് വരാൻ പോകുന്നത്. So we practice a 3-step selection method. First step, we take a look at their proficiency. ഇംഗ്ലീഷിൽ എത്ര കഴിവുണ്ട്, and like their knowledge of the IELTS exam, their qualifications. Second is, അവർ ചിലപ്പോൾ proficient ആയിരിക്കാം, but can they teach? Are they a good teacher? That is very important. Right? Are the students engaged in their classes? അപ്പോൾ ടീച്ചിങ് മെത്തേഡ് എന്തായാലും നോക്കി വെക്കണം. ഈ പലപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ ഈ കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ, ഈ ഒരു സിനിമയുണ്ട് നമ്മളുടെ
പ്രേമ എന്ന സിനിമ, അവിടെ ഒരു അധ്യാപകൻ ജാവ പഠിപ്പിക്കുന്നത്, മലയാള സിനിമ കാണാറുണ്ടോ? ഇടയ്ക്ക് കാണാറുണ്ട്. അവിടെ ഒരു അധ്യാപകൻ ജാവ പഠിപ്പിക്കുന്നുണ്ട്. ആ അധ്യാപകന് പഠിപ്പിക്കാനും അറിയത്തില്ല, ജാവയും അറിയത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയാറുണ്ട്, ടീച്ചർ ഷുഡ് ഹാവ് ബോത്ത് ഹാർഡ് സ്കിൽ ആൻഡ് സോഫ്റ്റ് സ്കിൽ. നോളജ് വേണം, പഠിപ്പിക്കാനും കൂടെ. ഇത് രണ്ടും കൂടെ ഉണ്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്ന ഓർത്ത് ഒരു നല്ല ടീച്ചറോ ട്രെയിനറോ ആണോന്നില്ല. Exactly. Be able to teach that. So we make sure that these two things are there, and then one more level നമ്മൾ പോകുന്നുണ്ട്, അതായത് teach our faculty the success stories. Okay, right. We need hard proof that they have helped students go from zero to getting that necessary band. ആ ബാൻഡ് സ്കോർ, അവർക്ക് വേണ്ട സ്കോർ കിട്ടി എന്നുള്ള പ്രൂഫ് നമുക്ക് വേണം. പ്രൂവൻ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമ്മൾ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് നമ്മൾ, എക്സ്പേർട്സ് തന്നെയാണ്. ആൻഡ് ഐ റിയലി പ്രൗഡ് ആക്ച്വലി. ഞാൻ വരെ ഐ എം ലേണിംഗ് ഫ്രം ദം ഡെയിലി. എനിക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ ജസ്റ്റ് കോൾ മൈ ഫാക്കൽറ്റി ആൻഡ് ദേ ഹെൽപ്പ് മീ. ഈവൻ to prepare for this interview itself, and the faculty were really really helpful. കാരണം ഞാൻ ഇത്രയും നാളെ എൻ്റെ എക്സ്പെർട്ടീസ് സ്പോക്കൺ ഇംഗ്ലീഷിലാണ്. So I'm so proud now to also become an expert in IELTS. And my faculty is really the best. നമ്മൾ ഈ ഐൽസിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് എങ്ങനെയാണ്, സ്റ്റഡി മെറ്റീരിയൽസ് അത് ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? സോ എനിക്ക് യൂഷ്വലി ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓൺലൈൻ വഴി ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അതങ്ങ് കണ്ട് അങ്ങ് പഠിച്ചാൽ പോരെ. ഉണ്ട്. So my reply to that is, നമുക്ക് അറിഞ്ഞൂടാ who is putting this information online. ഇത് reliable ആണോ, authentic ആണോ? The fact is, Cambridge ആണ് ഈ സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്നത്, IELTS എക്സാം ക്വസ്റ്റ്യൻസ് എഴുതുന്നത് Cambridge ആണ്. And Cambridge itself has 18 volumes of study material. So at Speaky AI, നമ്മളുടെ ഈ 2 months കോച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 18 volumes ആണ്. So we really go through the entire curriculum of Cambridge, and other authentic, reliable content ആണ്. It's not some random thing which somebody has put. Actually, it's proven that these are the related questions on the exams. അപ്പോൾ എല്ലാം കേംബ്രിഡ്ജ് ഇത് തന്നെ. And IDP യുടെ additional ഇത് മെറ്റീരിയൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. Both are governmental entities that are qualified for IELTS. Exactly. So we pride ourselves to provide the best. We are not trying to like fake it till we make it. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. And then we provide the necessary practice and everything to make the students feel confident. ഇപ്പം നമ്മൾ സ്പീക്കി എ അക്കാഡമി ജസ്റ്റ് ലോഞ്ച്ഡ് അല്ലേ? അപ്പം നമ്മൾ ഇപ്പം ട്രെയിനിങ് എങ്ങനെയാണ്, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, അല്ലെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ, അതൊന്ന് സൂചിപ്പിക്കാമോ? So we just launched ആകെ 4 മാസം ആയതേ ഉള്ളൂ, and we are overwhelmed by the amazing input. Like people really want to, they're interested in getting the coaching through Speaky AI. അപ്പോൾ അത് കാരണം now we are opening our 17th batch in just in 4 months. അപ്പം every week actually we're forced to open a new batch. അപ്പോൾ അതിന്റെ നമ്മളുടെ ഒരു സക്സസ് സ്റ്റോറി ആണ്, and we're so excited. So ഇപ്പം ഓൺലൈൻ വഴിയാണ്, and we do have plans to open offline as well. So നമ്മൾ നോക്കുന്ന 3 biggest cities, main cities in Kerala, Trivandrum, Ernakulam and Calicut. അപ്പോൾ ഈ 3 സ്ഥലത്തിലായിരിക്കും നമ്മൾ ആദ്യം inaugurate ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓഫ്ലൈൻ. But online is working really well. The students are really satisfied, and they are showing us the results that you know everything is working out great. എനിക്കൊരു ചോദ്യം കൂടെ ഉള്ളത്, ഞാൻ 2 സിനാരിയോ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ലേസി ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ നമ്മുടെ എന്ത് ടെക്നിക്സ് ഉണ്ടെങ്കിലും അവൻ ലേസിയാണ് ബേസിക്കലി, അവനെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഐൽസൊക്കെ ഒരു മിനിമം സ്കോർ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഇംഗ്ലീഷൊക്കെ അറിയണമായിരിക്കും. ഒട്ടും അങ്ങനെ ഒരു ഇംഗ്ലീഷ് പോരാ, പ്രൊഫഷൻസി ഇല്ല. അവരെ എങ്ങനെ നമുക്ക് ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും? സോ ആദ്യം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കുറച്ച് അറ്റൻഷൻ ലേസി ആയ സ്റ്റുഡന്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആക്ച്വലി നമ്മളെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ട് വേണം. സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ ആ ഗൈഡൻസ് ഒക്കെ അത് സ്പീക്കി AI അക്കാഡമിയുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ ദ സ്റ്റുഡന്റ് ഓൾസോ ഹാസ് എ ഡ്യൂട്ടി. അപ്പൊ അങ്ങനെ ലേസി സ്റ്റുഡന്റ് ആണെങ്കിൽ ഇഫ് ദേ നീഡ് എക്സ്ട്രാ അറ്റൻഷൻ, നമുക്ക് അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് മോണിറ്റേർഡ് പ്രോഗ്രസ് എവറി 15 days we get into a 1-to-1 session. നമ്മളെ അക്കാഡമിക് ഹെഡ്
അവരുടെ സ്വന്തം മെന്റർ ആൻഡ് അവരുടെ സ്വന്തം ഫാക്കൽറ്റി. അപ്പൊ 4 പേര് തമ്മിൽ ഒരു കോൾ, ഒരു ചെക്ക് ഇൻ, എന്താ കാര്യങ്ങള്, ഇഫ് യു നീഡ് എനി ഹെൽപ്പ്, പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നത് മാത്രമല്ല, ഇഫ് ദ സ്റ്റുഡന്റ് ഡസന്റ് കം ടു ക്ലാസ്, അടുത്ത ദിവസം തന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു കോൾ പോകും. സോ വി കീപ് ഓൺ ബോദറിംഗ് ദ സ്റ്റുഡന്റ്സ്. എല്ലാവർക്കും ആ ബോദറിംഗ് ഇഷ്ടപ്പെടില്ലല്ലോ, പക്ഷെ നമ്മൾ ചെയ്തോണ്ടിരിക്കും. ബിക്കോസ് അവരുടെ ഒരു ഗോൾ കാരണമാണ് അവരെ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്തത്. സോ ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ് ഫോർ അസ്, നമ്മളെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ടു മേക്ക് ഷുവർ ദേ അറ്റൈൻ ദാറ്റ് ഗോൾ. സോ നമ്മുടെ സ്റ്റുഡൻസിനെ വെറുതെ വിടില്ല. വി വിൽ മേക്ക് ഷുവർ, കൈ പിടിച്ചിട്ട് വി വിൽ മേക്ക് ഷുവർ വി വിൽ ബി ബിഹൈൻഡ് ദം. സോ അതൊരു ഫാക്ടർ നമ്മളെ ലേസി സ്റ്റുഡൻസിന്റെ കവർ ചെയ്തല്ലോ. സോ നൗ ടോക്കിംഗ് അബൌട്ട് ഇഫ് എ സ്റ്റുഡന്റ് ഡസന്റ് ഫീൽ കോൺഫിഡന്റ്, പ്രൊഫിഷ്യൻസി ലെവൽ കുറവാണെങ്കിൽ, നമുക്ക് IELTS ഒരു 2 month ട്രെയിനിങ് സെഷൻ ആണല്ലോ. സോ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ചിലപ്പം പറ്റില്ല. It takes time to learn a language. So something which we are doing at Speaky is നമുക്കൊരു അടിപൊളി ആപ്പ് ഉണ്ട്. App will help you get a lot of practice in order to keep on speaking and actually പറയുന്ന പകരം കാണിച്ചു തന്നാ പോരെ നമ്മൾ ആപ്പിന്റെ പല ഫീച്ചേഴ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ സ്പീക്കി ആപ്പ് ആൻഡ് മെനി ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ താഴെ ഇതാണ് സ്പീക്കി, നമ്മളെ മാസ്കോട്ട്. ഇത് നെക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ആൻഡ് ദിസ് ഇസ് സ്പീക്കി ടോക്ക്. സ്പീക്ക് ലൈക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ടിന്റെ കൂടെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇത്. ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ ഇംഗ്ലീഷ്. ഞാൻ അമേരിക്കൻ ആണ്. സോ സ്പീക്കി തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. I'm interested in hearing about your career or educational path. Okay, then we have to answer that. Exactly. Okay. Chatting അല്ല, നമ്മൾ സംസാരിച്ച് പറയും. And the best thing is like നമ്മൾ ഈ ആപ്പ് തുറങ്ങുമ്പോൾ every time it's a different question. ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. സോ നമ്മൾ ചിന്തിക്കേണ്ട ഇന്ന് എന്ത് കുറിച്ചാണ് സംസാരിക്കേണ്ടത്. Speaking itself will initiate the conversation. Okay. അപ്പൊ എന്റെ career and studyനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ പറയട്ടെ. I teach English in Kerala, India. I just launched the Speaky app. What do you do on your free time? വെറുതെ ഞാൻ ചോദിക്കാണ്. അപ്പം അത് ഇപ്പൊ കുറച്ച് നേരം ചിന്തിക്കും. പ്രോസസ്സിംഗ് AI based ഒരു ആപ്പ് ആണോ? കറക്റ്റ്. ഓപ്പൺ AI വെച്ചിട്ട് നമ്മൾ. What is the cost of this? സോ നമ്മളെ സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. English must be quite rewarding, especially in such a vibrant location. I enjoy exploring new hobbies during my free time, like reading and hiking. How is the Speaky app going so far? Okay. I can continue this conversation. Okay. And then when I go to end session, ഇവിടെ എൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വ്യൂ ട്രാൻസ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഫീഡ്ബാക്ക് ഉണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ടെൽ മീ ഇംപ്രൂവ്മെന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇത് പറയുന്ന പകരം അടുത്ത പ്രാവശ്യം ഇത് പറഞ്ഞു നോക്ക്. സ്പീക്കിൽ തന്നെ നമുക്ക് അത് തരും. ആൻഡ് നമുക്കത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് വൺ വേ ദാറ്റ് വി ആർ പ്രൊവൈഡിംഗ് ആക്സസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ സ്റ്റുഡൻസിന്, സോ ദാറ്റ് ദേ കൻ ഡെവലപ്പ് ദെയർ സ്പീക്കിംഗ് സ്കിൽസ്. ആൻഡ് ദെൻ മൈ ലേണിംഗിൽ പോയാ My learning. Okay. എൻ്റെ റെക്കോർഡഡ് ലെസൺസ് ആണ് ഇത്. സോ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കുമ്പം അൺലോക്ക്ഡ് ആണ്. ഇപ്പം ഒരു വീഡിയോ ക്ലാസ് ഉണ്ട്, ഇമിറ്റേഷൻ ടെക്നിക് ഉണ്ട്, ഓഡിയോ ലിസൺ ചെയ്തിട്ടുള്ള ക്വിസ് ഉണ്ട്, സ്റ്റഡി നോട്ട്സ് ഉണ്ട്. എവറി സിംഗിൾ ക്ലാസ് ഹാസ് ഇത്രയും കാര്യങ്ങൾ. ഞാൻ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ആൻഡ് വേറൊരു ഫീച്ചർ ഇസ് ദ ഫ്ലാഷ് കാർഡ്സ്. പുതിയ പുതിയ വാക്കുകൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ഒരു പുതിയ വാക്ക് പഠിക്കുമ്പം മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ഫ്ലാഷ് കാർഡ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തതാണ് കിറ്റി എന്നുള്ള വാക്ക്. അത് ഞാൻ തന്നെ ഇട്ടതാണ്. അപ്പൊ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് another word for cat, and നമുക്ക് ഇവിടെ ഇമേജ് എന്റെ കാറ്റിന്റെ ഇമേജ് കൊടുക്കും. So that we can just like quiz myself. ഞാൻ ഒരു വാക്ക് ചെയ്താൽ അതിന്റെ വിഷ്വൽ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്തു വരുമോ? We can do it. We add it. Definition ഒക്കെ നമ്മൾ പഠിക്കണ്ടേ നമ്മള്. അപ്പൊ നമ്മള് കുറച്ച് വർക്ക് ചെയ്തിട്ടല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. So that is the flashcard feature. അപ്പൊ അങ്ങനെ കുറെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. സ്പീക്കി ക്ലബ് എന്ന് പറയുന്ന പരസ്പരം സ്റ്റുഡൻസ് can speak with one another. Pronunciation corrections ഉണ്ട്. ഇതെല്ലാം all available in this app, and that is offered free of cost alle. Okay. For our IELTS students. Oh, right. Okay, yes. Okay. So there are students who want to practice their spoken English. Okay, right. They purchase this. But for our IELTS students, നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരു additional bonus ആണ്. They can join free of cost. അപ്പോൾ ഇത് കേൾക്കുന്നവർക്കുള്ളൊരു നല്ല ഓപ്ഷനാണ്. ഈ
സ്പീക്കി AI അക്കാഡമിയിൽ നിങ്ങൾ ഐൽസ് കോച്ചിങ്ങിന് ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ആപ്പ് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. Anyway, Avarna, thank you for sparing your valuable time. Thank you so much for sharing. A lot of people seek your guidance for their careers, leveling up their career. So to have this partnership with you also is very valuable. I hope that we can touch many students' lives positively. I do impact nammal kodukkunnu pradeshikkunnu. All the best to your newly launched Thank you so much, sir. And once again, thank you for joining us at our launch party. Right. Yeah. Okay, thank you. അപ്പോൾ നിങ്ങൾ IELTS കോച്ചിങ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ IELTS കോച്ചിങ് മാത്രമല്ല മറ്റ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് PT അല്ലെങ്കിൽ OET പോലെയുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ, ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് മാത്രമല്ല ജർമ്മൻ പോലെയുള്ള ലാംഗ്വേജസിലെ ടെസ്റ്റുകളുമൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അപർണ നേതൃത്വം നൽകുന്ന സ്പീക്കി AI അക്കാഡമിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ട്രെയിനിങ്, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിലും ഒക്കെ പെർഫോം ചെയ്യുവാനായിട്ട് സഹായകരമായ ലാംഗ്വേജ് ട്രെയിനിങ്ങും ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ സ്പീക്കി AI അക്കാഡമിയുടെ ലോഞ്ചിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പ്രത്യേകത ഇവർക്ക് നേറ്റീവ് ട്രെയിനേഴ്സുമുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അപർണയിൽ കണ്ടു അല്ലേ, അപർണ ഒരു US സിറ്റിസൺ ആണ്. അപർണ മലയാളവും അറിയാം. ഇതേപോലെ തന്നെ നേറ്റീവ് സ്പീക്കേഴ്സിൽ നിന്ന്, അതും മലയാളം അറിയാവുന്ന നേറ്റീവ് സ്പീക്കേഴ്സിൽ നിന്നും പഠിക്കുവാനായിട്ട് അവസരങ്ങളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് ഈ അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, അപർണ മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്, ഈ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സൗജന്യ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് നേടാവുന്നതാണ്. അതിൻ്റെയും ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.